പേജ് നമ്പർ 523 അല്ലേ പറഞ്ഞു? പേജ് നമ്പർ 523 ആദ്യം തന്നെ പറഞ്ഞത് ഷാലും ഷുഡും എന്താന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ആണ്. എന്തിനത് പറയണത്? നമ്മൾ സാധാരണ ലാംഗ്വേജിൽ പറയുന്ന ടേംസ് അല്ല ലീഗൽ ഡോക്യുമെന്റിൽ ഉണ്ടാവുക. നമ്മൾ കോടതിന്റെ ചില സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഈ സാധനങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടാവും. അതിന് ഭയങ്കര ഡെപ്ത് മീനിങ് ഉണ്ട്. അപ്പൊ അതിലൊരു ഉദാഹരണമാണത്. ഷാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡേറ്ററി റിക്വയർമെന്റ് ബൈ സിവിൽ ഡിഫൻസ്. ഷാലിന് എവിടെ കണ്ടാലും നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. അതിന് യാതൊരു എക്സ്ക്യൂസ് ഉണ്ടാവില്ല. അത് ഫൈൻ അടിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണെന്ന് അർത്ഥം. അടുത്തത് ഷുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കമെൻഡേഷൻ ആണ്. വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇങ്ങനെയാണോ നമ്മൾ പണ്ട് ഇംഗ്ലീഷ് പഠിച്ചത്? അല്ല. അപ്പൊ നേരെ തിരിച്ച്. ഓക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ലിസ്റ്റഡ് എന്ന് പറയുമ്പോൾ അപ്രൂവ്ഡ്, രജിസ്റ്റേർഡ്. ഞാൻ ലിസ്റ്റഡ് പ്രൊഡക്റ്റ്, ലിസ്റ്റഡ് ഫയർ പമ്പ്, ലിസ്റ്റഡ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കണം? സിവിൽ ഡിഫൻസ്, എമിറേറ്റ്സിന്റെ അല്ലെങ്കിൽ UAE സിവിൽ ഡിഫൻസ് അപ്രൂവ് ചെയ്ത സാധനമായിരിക്കും. മനസ്സിലായി? അപ്പൊ ലിസ്റ്റഡ് എന്ന് എവിടെ കണ്ടാലും രജിസ്റ്റേർഡ് എവിടെ കണ്ടാലും അതാണ് മീനിങ്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ യൂണിറ്റ് ചേഞ്ച് ആണ്. ഒരു ബാർ 14.5 PSI, ഒരു PSI 0.600689 ബാർ. ഓക്കെ. അത് കഴിഞ്ഞാൽ 1 gallon 3.78. കാര്യം എന്താ? ഗാലൻ 2 ടൈപ്പ് ഉണ്ട്, UK ഉണ്ട്, US ഉണ്ട്. അപ്പോൾ ഇവിടെ US മാത്രമാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ 1 cubic meter 1000 ലിറ്റർ, 1 cubic meter 264 gallon. അപ്പോൾ നമ്മൾ 10,000 ലിറ്റർ എന്ന് പറഞ്ഞു വിചാരിച്ചു. 10,000 ലിറ്റർ എന്ന് പറഞ്ഞാൽ 10 cubic meter ആണ് അല്ലേ? 1000 1, 10,000 10. അങ്ങനെയാണെങ്കിൽ ഒരു ക്യൂബിക് പിന്നെ ആ 10,000-നെ 10 cubic meter എന്നാണ് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര ഗാലനായിട്ട് കിട്ടും? ഇൻറ്റു 264. ഇപ്പോൾ 2640 ഗാലനായി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഈ സാധനം അവിടെ കാണിച്ചിട്ടില്ല. എന്താണ്? ഹസാർഡ് ക്ലാസിഫിക്കേഷൻ ഫോർ സ്പ്രിംഗ്ലർ പ്രൊട്ടക്ഷൻ. അപ്പൊ ഇത് നമ്മളെ കേരളത്തിലെ അല്ലെങ്കിൽ CPWD എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കേരളത്തിലെ സ്റ്റാൻഡേർഡ് CPWD അതുപോലെ NBC, ഈ 2 ഡോക്യുമെന്റ് നോക്കിയാൽ ഇതേ സാധനം ആ ഡോക്യുമെന്റിൽ കാണും. എന്തുകൊണ്ടറിയോ? ഈ സംഭവം നേരെ NFPA 13 കോപ്പി പേസ്റ്റ് ആണ്. ക്ലിയർ ആണ്? അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ലൈറ്റ് ഹസാർഡിൽ വരുന്ന റൂംസ് അല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ നോക്കി കഴിഞ്ഞാൽ ആർട്ട് ഗാലറി, കമ്മ്യൂണിറ്റി ഹാള്, മോസ്ക്, ചർച്ച്, ടെമ്പിള്, ഇതിലൊന്നും ഹ്യൂജ് ഫയർ വരാനുള്ള ചാൻസ് ഇല്ല. മനസ്സിലായോ? ഒരു ഓപ്പൺ ഏരിയ ടൈപ്പും അതുപോലെ തന്നെ ആൾക്കാർ ഉള്ളൊരു സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൽ അസംബ്ലി, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് A, എഡ്യൂക്കേഷനിൽ തന്നെ 3 ടൈപ്പ് വരുന്നുണ്ട്. നഴ്സറി, കിൻഡർ ഗാർഡൻ തുടങ്ങിയിട്ടുള്ള സാധനം, സ്കൂൾ ഫോർ അപ് ടു 12th ഗ്രേഡ്, പിന്നെ കോളേജ്, യൂണിവേഴ്സിറ്റി, മറ്റുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള സെഗ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഇത് വലിയൊരു ലിസ്റ്റാണ്, ഒന്നും പഠിക്കേണ്ട, ഒക്കെ അവിടെ ഉണ്ട്. എപ്പോഴും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സാധനം. അത് ജസ്റ്റ് റെഫർ ചെയ്തിട്ട് നോക്കിയാൽ മതി. ഹോട്ടൽസ് വരുമ്പോൾ തന്നെ ഹോട്ടൽസിൽ തന്നെ 3 ഐറ്റം ഉണ്ട് കണ്ടോ? ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C. റിസോർട്ടുകൾ വരുന്നത് Cയിലാണ്. ഡോർമെറ്ററി, മോട്ടൽ, ലോഡ്ജിങ് വരുന്നത് Bയിലാണ്. ഇനി ഹോട്ടൽ, അപ്പാർട്ട്മെന്റ്സും ടൈം ഷെയറിംഗ് പ്രോപ്പർട്ടീസ്, ചെറിയ ചെറിയ കോൺഫറൻസുകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളില്ലേ, അതൊക്കെ എന്താണ്? ഗ്രൂപ്പ് A ആണ്. അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ തന്നെ ഡിഫറെൻറ്റ് റൂമുകൾ വരാം, ഡിഫറെൻറ്റ് ടൈപ്പുകൾ വരാം. അപ്പോൾ നിങ്ങൾ ചില മർക്കസ് യൂണിവേഴ്സിറ്റിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു ബിൽഡിങ്ങിൽ ഹോട്ടൽസ് കാണാം, തൊട്ടപ്പുറത്ത് വേറെ ചെറിയ ചെറിയ വില്ലാസ് കാണാം അല്ലേ? 2 ടൈപ്പ് സാധനമാണ്. അപ്പോൾ രണ്ടിലും വരുന്ന പ്രൊട്ടക്ഷൻ ഡിഫറെൻറ്റ് രീതിയിൽ. അപ്പോൾ ഇത് വലിയൊരു ലിസ്റ്റാണ്, ഞാൻ അങ്ങോട്ട് ഡീപ്പിൽ പോകുന്നില്ല. ഇനി നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം, പിന്നെ മെറ്റീരിയൽ, ഞാൻ നേരത്തെ കൊമോഡിറ്റി പറഞ്ഞില്ലേ, മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻ പിന്നീട് പഠിക്കാം, അപ്പോൾ ആവശ്യമില്ല. ഈ സെഗ്മെന്റിൽ പറഞ്ഞതും ഈ സെഗ്മെന്റിൽ പറഞ്ഞതും ചെറിയൊരു വ്യത്യാസം. ഫയർ ഫോഴ്സ് സിസ്റ്റം FHC എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ FHC? ഫയർ ഫോഴ്സ് ക്യാബിനറ്റ് അല്ലേ? അതിലൊരു 6 കൂടി വന്നു കഴിഞ്ഞാൽ ഫയർ ഫോഴ്സ് റീൽ ക്യാബിനറ്റ്. അപ്പൊ ചില സ്ഥലങ്ങളിൽ FHR എന്ന് കാണാം, ചില സ്ഥലങ്ങളിൽ FSC കാണാം, ഒക്കെ ഒന്ന് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ക്യാബിനറ്റിനെ സൂചിപ്പിക്കണേ FHC വരും, അത് റീലിനെ മാത്രം സൂചിപ്പിക്കണേ അങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ ലാൻഡിംഗ് വാൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, റാക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, സ്റ്റാൻഡ് പൈപ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, കമ്പൈൻഡ് ടൈപ്പ് ഉണ്ട്. നേരത്തെ നമ്മൾ അവിടെ പഠിച്ച അതേ സാധനം, പക്ഷേ DRSും WRS പറഞ്ഞോളൂ, സ്റ്റാൻഡ് ബൈ സിസ്റ്റം അവിടെ വ്യക്തമായിട്ട് പറയുന്നു. ഇനി ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യം, ഇതിലൊരു പിക്ചർ നമുക്ക് എടുക്കാണ്ട് 2 പിക്ചർ എടുക്കുക. ഇതിൽ ആദ്യം തുടങ്ങുന്നത് തന്നെ
സ്പ്രിംഗ്ലർ ആണ്, മറ്റേതിൽ ഹോസ്റ്റലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് എന്താ അറിയോ? ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രൈ റൈസർ സിസ്റ്റം. അപ്പോൾ ഇതിൽ പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് അത് മനസ്സിലാക്കിയാൽ മതി. ഇത് ഡ്രൈ റൈസർ ആണോ വെറ്റ് റൈസർ ആണോ? ഇത് പേജ് നമ്പർ 570. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇത് ഡ്രൈ റൈസർ ആണോ വെറ്റ് റൈസർ ആണോ? അതുപോലെ ഈ പേജ് നമ്പറിൽ 325 എന്താ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ചോദിച്ചെന്താണ്? നേരത്തെ പറഞ്ഞാൽ 11 ഒരാളെടുക്കുക, 18 ഒരാളെടുക്കുക, 2 പേജും കമ്പയർ ചെയ്യാം. ഡ്രൈ റൈസർ ആണോ? ഡ്രൈ ആണെങ്കിൽ വെള്ളം ഉണ്ടാവില്ല, പിന്നെ പമ്പ് ഉണ്ടാവില്ല അല്ലേ? അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഈ സിസ്റ്റത്തിനെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. ഇപ്പം ഇവർ പറയുന്ന ഡോക്യുമെന്റ് അനുസരിച്ച് ഇങ്ങനെയാണ് 3 ആയിട്ട് തരംതിരിക്കാം. ഒന്നെങ്കിൽ ടാങ്കും പമ്പും അവിടെ ഇല്ല എന്ന് വിചാരിക്കാം, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ ലാപ്ടോപ്പിൽ കാണണമെങ്കിൽ കാണാം, ഗൂഗിളിൽ ജസ്റ്റ് ഡ്രൈ റൈസർ എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൽ വരുന്ന പിക്ചേഴ്സ് എന്താ? ഇമേജസ് നോക്കിയാൽ ഫയർ ട്രക്കിനായിട്ട് കണക്ട് ചെയ്യുന്ന ലൈൻ അവിടെ എവിടെയെങ്കിലും പമ്പ് കാണിച്ചിട്ടുണ്ടോ, ടാങ്ക് കാണിച്ചിട്ടുണ്ടോ? അപ്പോൾ പ്യുവർ എക്കണോമിക്കൽ ടൈപ്പ് സാധനം അതാണ്. പക്ഷെ ഇവിടെ UAE സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചെറിയൊരു മാറ്റമുണ്ട്. അവർ ആ പേര് കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ഡ്രൈ റൈസർ വിത്ത് ഹോസ് സിസ്റ്റം എന്ന് എഴുതിയാണ്. ഇവിടെ ഡ്രൈ ലാൻഡിംഗ് വാൽ റൈസർ വിത്ത് ഹോസ് റീൽ സിസ്റ്റം എന്ന് എഴുതി. 2018 കൊടുത്ത വേർഡിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താ പറയുന്നത്? ലാൻഡിംഗ് വാൽവ് ഡ്രൈ ആണ്, മറ്റത് ഡ്രൈ അല്ല. മനസ്സിലായോ? നിങ്ങൾ ആ പിക്ചറിൽ കണ്ടത് കംപ്ലീറ്റ്ലി ഡ്രൈ സിസ്റ്റം ആണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് പമ്പില്ല, ടാങ്ക് ഇല്ല. ഒരു സ്ഥലത്ത് പമ്പും ഉണ്ട്, ടാങ്കും ഉണ്ട്, പക്ഷെ ഒരു ലൈന് ഡ്രൈ ആണ്. അതാണ് ഈ ലൈൻ. ഇത് കണ്ടോ, മുകളിലോട്ട് പോയിരിക്കുന്നു. അപ്പോൾ ഒരു സെപ്പറേറ്റ് ലൈന് ഇങ്ങനെ മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു പമ്പിന്ന് ഒരു ലൈന് വന്നിട്ട് അത് വേറെ സെപ്പറേറ്റ് പോയിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ ഡ്രൈ ഏതാണ്? ഇതാണ് ഡ്രൈ. അപ്പൊ ഇതെന്താ സാധനം? അല്ല, ഈ ബോക്സ് ബിൽഡിങ്ങിന്റെ ഫ്രണ്ടില് ഒരു റെഡ് ബോക്സ് കാണാം. അതിലോട്ടൊരു പൈപ്പ് വന്ന് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണ്. കണ്ടിടോ? അതിന് പറയുന്ന പേര് ബ്രീച്ചിങ് ഇലറ്റ് എന്ന്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ബ്രീച്ചിങ് ഇലറ്റ് ഫോർ ഡ്രൈ റൈസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ കണക്ഷൻ പമ്പിൽ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ടാങ്കിൽ കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ലൈന് മാത്രമുള്ള ഡ്രൈ, ബാക്കി എന്താണ്? വെറ്റാണ്. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ അതുപോലെ തന്നെ പോയിട്ടുണ്ട്, പക്ഷെ ഇവിടെ പമ്പെന്ന് ഒരു ഔട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇതാണ് മിനിമം റിക്വയർമെന്റ് UAE-യിലെ. UAE-യിൽ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളിപ്പോൾ പറഞ്ഞാൽ ആ ഗൂഗിളിൽ കാണുന്ന പിക്ചർ ടാങ്കും പമ്പും ഇല്ലാത്ത പ്രൊജക്റ്റ് ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ നാട്ടിൽ ഇത് പോസിബിൾ ആണ്. നമ്മൾ ഫയർഫോഴ്സിന്റെ അണ്ടറിൽ ഇത് പോസിബിൾ ആണ്. അബ്രോഡ് എന്തല്ല പോസിബിൾ അല്ല. ഇനി അങ്ങനെ സ്പെഷ്യൽ പെർമിഷൻ വേണമെങ്കിൽ പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ ഡ്രോയിങ് കൊണ്ട് സബ്മിറ്റ് ചെയ്ത് റിക്വയർമെന്റ് പറഞ്ഞ് അവരോട് പറയാം, ഞങ്ങൾ ആകെ 400 സ്ക്വയർ ഫീറ്റ് എടുക്കുന്നുള്ളൂ, അവിടെ എസ്റ്റിങ്ഷർ മാത്രം മതി, കത്തുന്ന സാധനങ്ങളല്ല എന്നുള്ള പ്രശ്നം. എല്ലാ സമ്മർ സീസണിലും നിങ്ങൾ GCC കൺട്രീസ് പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു എല്ലാ സിറ്റിയിലും ഒരു ബെഡ് മാനുഫാക്ചറിങ്ങോ ഒരു ബെഡ് സപ്ലയറോ വെയർ ഹൗസ് കത്തിയിട്ടുണ്ടാവും. ഫോമല്ലേ? അതുപോലുള്ള സാധനങ്ങൾ ഒരുക്കി വെച്ച സ്ഥലത്ത് എങ്ങനെയെങ്കിലും തീ വരും, സ്ഥിരമായിട്ട് സംഭവിക്കുന്നു. നിങ്ങൾ പിന്നെ സമ്മർ സീസണിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻഡസ്ട്രിയിൽ ഇരുന്നൊക്കെ കറുത്ത പോകുന്ന ഇങ്ങനെ പോകുന്നതാണ്. നാച്ചുറലായി മാറിപ്പോകും. കാര്യം അത്രയും ഹീറ്റാണ് വരുന്നത്. ഈ സാധനത്തിൻ്റെ ഏതെങ്കിലും സ്പാർക്കോ എന്തെങ്കിലും സാധനം അടുത്ത് കൂടി പോയാൽ കത്തി ഒന്ന് പിടിക്കും. ഇത് കത്തി കഴിഞ്ഞാൽ കെടുത്താൻ കഴിയില്ല, അങ്ങനെ സ്പ്രെഡ് ചെയ്തു പോകും. പണ്ട് ഞാൻ ഇരിക്കുന്ന റൂമിൽ ഒരാൾ സിഗരറ്റ് വലിച്ചിട്ട് അറിയാതെ ഉറങ്ങിപ്പോയി. ബെഡിൻ്റെ ഉള്ളിൽ കുത്തി, ബെഡിൻ്റെ അടിയിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്.
അവന് ഏകദേശം പുറമൊക്കെ നല്ല ചൂടായി വന്നപ്പോഴാണ് മനസ്സിലായത് തീ അടിക്കൂടി വരുന്നത്. അപ്പോൾ ബെഡിൻ്റെ പ്രശ്നം എന്താണ്? ലാറ്റക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്പോഞ്ച് ഉണ്ടാവും, അതിൻ്റെ താഴെ ചകിരി ഉണ്ടാവും, പല രീതിയിലുള്ള ലെയേഴ്സ് ഉണ്ടാവും. ഇതിൽ എവിടെ തീ കയറും എന്നുള്ളത് പറയാൻ പറ്റും. കയറുമ്പോൾ ഒന്നായിട്ടാണ് കയറും. മനസ്സിലായി? അപ്പോൾ അതൊക്കെ ഇതിൽ പിന്നെ പറയാൻ കാര്യം എന്താ വെച്ചാൽ, ചില സ്ഥലത്ത് റൂള് മാറ്റാനുള്ള ഒരു കാരണത അവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹസാർഡ് ക്ലാസിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഹോസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ പമ്പ് കൊടുത്തിട്ടുണ്ട്, ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാബിനറ്റും ഈ ക്യാബിനറ്റും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിലും നോക്കാം, ഈ ക്യാബിനറ്റും ഈ ക്യാബിനറ്റും, അതായത് ഈ 3 നിരയായിട്ട് കൊടുത്തത് അല്ല 4 നിരയായിട്ട് കൊടുത്തത്, ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്, മുകളിൽ 2 വീതം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 6 ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? സീരീസ് പാരലൽ. ഓക്കെ, ഉള്ളില് 1-2 കമ്പോണൻസ് വ്യത്യാസമുണ്ട്. ഏതാ കമ്പോണൻസ്? ഇവിടെ കൊടുത്തിരിക്കുന്ന സാധനം ഇവിടെ ഇല്ല അല്ലേ? അതുപോലെ തന്നെ ഇവിടെ താഴേക്കൊരു റീല് കാണിക്കുന്നുണ്ട്, ഇവിടെ റീല് കാണുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത? എന്താ സംഭവം? അപ്പൊ ഈ ബോക്സിന്റെ താഴത്തെ സെഗ്മെന്റിൽ കാണുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ലാൻഡിംഗ് വാൽവ്. ഈ ലാൻഡിംഗ് വാൽവ് നമുക്ക് ഫയർ വരുന്ന സമയത്ത് പുറത്തുനിന്ന് ഫയർഫോഴ്സിന്റെ ട്രക്കില്ലേ, അത് കണക്ട് ചെയ്യുമ്പോൾ അവരെ വാട്ടർ ഉള്ളിലോട്ട് വരുന്ന സമയത്ത് ചിലപ്പം ബിൽഡിങ്ങിന്റെ മുകളിൽ വരെ വെള്ളം അവർ സപ്ലൈ ചെയ്യണ എത്തണം. അങ്ങനെ ആകുമ്പോൾ ഈ റീലിലൂടെയാണ്, താഴത്തെ റീലിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്പ്രേ ചെയ്യുക. നേരെ മറിച്ച് ബേസ്മെന്റിനെ സംബന്ധിച്ചോളം ബേസ്മെന്റിൽ എപ്പോഴും ആക്സസ് ഉണ്ടാവും ഇല്ലേ? ട്രക്ക് പോകാനോ അല്ലെങ്കിൽ ട്രക്കിന്റെ വയർ കൊണ്ടുപോകാനുള്ള ആക്സസ് ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ആ റീല് ശരിക്കും ആവശ്യമില്ല. അപ്പോൾ ആ റീലിന് പറയുന്ന പേരാണ് ലാൻഡിംഗ് വാൽവും അതിന്റെ ഹോസ് റീലും. അപ്പോൾ 2 ഹോസ് റീൽ ഉണ്ടാവും. മുകളിലൊരു ഹോസ് റീലുണ്ട്, താഴെ ഒരു ഹോസ് റീലുണ്ട്. അപ്പോൾ താഴെയുള്ള ഹോസ് റീൽ ചില സ്ഥലത്ത് കൊടുക്കണ്ട. എങ്ങനത്തെ സ്ഥലങ്ങളിൽ ഫയറിന്റെ ട്രക്ക് ആക്സസിബിൾ ആവുന്ന സ്ഥലത്ത് അത് കൊടുക്കണ്ട. അപ്പോൾ ആ പിക്ചർ നിങ്ങൾക്ക് ശരിക്കും ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്താൽ മനസ്സിലാവും. ശരിയാണോ? അതിന്റെ ഡീറ്റെയിലോട്ട് വരാം. അപ്പോൾ ഇതില് നമ്മൾ ആദ്യത്തെ ഒരു പിക്ചറാണ് ഈ പറഞ്ഞത്. ഇനി ഈ 2 പേജസ് എടുക്കുക. 2011 റെവിറ്റ് ഇല്ലായിരുന്നു, 2018 എന്തുണ്ട്? റെവിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് സ്കാഡ് ആണ്, ഇതെന്താണ്? BIM ആണ്. 3 ഡയമെൻഷനും പിന്നെ 2Dയും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോക്സ് കാണാം, ഇവിടെയും അതേ ടൈപ്പ് ബോക്സ് കാണാം. ഉണ്ടല്ലേ? ഇതിന്റെ മെഷർമെന്റ് അതുപോലെ ഇതിന്റെ ഉള്ളിലുള്ള മെറ്റീരിയൽ എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അപ്പൊ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, എന്നാലും ഇന്റർനാഷണലി ഏകദേശം ഒരുപോലെ തന്നെയാണ് ഈ ബോക്സ് എല്ലായിടത്തും കീപ്പ് ചെയ്യുന്നത്. അപ്പോ നമ്പർ 326 11 581 18. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടിപ്പിക്കൽ ക്ലാസ് 3 എന്ന് പറഞ്ഞിട്ട് ടിപ്പിക്കൽ ഡ്രൈ ലാൻഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചിലവർക്ക് ക്ലാസ് 3 ക്ലാസ് 1 എന്നൊക്കെയുള്ള പേരുകൾ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഹോസ് റീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ട് 3 ടൈപ്പ് ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെയുള്ള ഈ ഭാഗമാണ് ഫസ്റ്റ് ക്ലാസ്. ഇത് മാത്രം, അതായത് ലാൻഡിംഗ് വാൽവും അതിന്റെ ഹോസ് റീലും. അപ്പോൾ നിങ്ങൾ നേരത്തെ ഡ്രൈ റൈസ് കണ്ടില്ലേ ഗൂഗിളിൽ, അതിൽ നോക്കിക്കഴിഞ്ഞാൽ താഴെ കണക്ട് ചെയ്യാനൊരു വാൽവ് കാണും, ഓരോ ഫ്ലോറിൽ കണക്ട് ചെയ്യാനും വാൽവ് കാണും. ആ പിക്ചർ കണ്ടില്ലേ? അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ബോക്സ് ഇല്ല, ബോക്സ് ഇല്ലാത്തല്ല അധികമുള്ളത്. അപ്പോൾ അത് ഏറ്റവും മിനിമം വേണ്ട സാധനം, ഹോസ് റീലിലെ ഏറ്റവും മിനിമം വേണ്ടതാണ്. അതിനാണ് ക്ലാസ് 1 എന്ന് പറയാം. മനസ്സിലായോ? ഇപ്പോൾ എഴുതണ്ട, ഞാൻ ഫുൾ ബോക്സ് വരച്ചതിൻ്റെ ശേഷം നമുക്ക് അതിലോട്ട് വരും. ഇനി ക്ലാസ് 2 എന്ന് പറയുന്നത് ഈ മുകളിലുള്ള റീല് മാത്രമാണ്, മുകളിലുള്ള റീല് മാത്രമാണ്. അപ്പോൾ അതിനെ ക്ലാസ് 2 എന്ന് പറയും. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത സംഭവത്തിനാണ് ക്ലാസ് 3 എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ക്ലാസ് 3. 3 ടൈപ്പ് പറഞ്ഞാൽ മനസ്സിലായോ? ഫസ്റ്റ് ബേസിക് റിക്വയർമെന്റ് ലാൻഡിംഗ് വാലും അതിന്റെ റീലും, അത് ബ്രീച്ചിങ്ങിലേക്ക് കണക്ട് ചെയ്യുക, അവിടെ ഡ്രൈ റൈസർ എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രം വെക്കുകയാണെങ്കിൽ ക്ലാസ് 1 ടൈപ്പ്.
അപ്പോൾ നിങ്ങൾ സിവിൽ ഡിഫൻസിൽ ഡ്രോയിങ് അപ്രൂവലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ആർക്കിടെക്ചർ ഡ്രോയിങ് കൊടുത്തിട്ട് പറയും സാറേ ഇതിൽ എന്തൊക്കെ മിനിമം വേണ്ട വയ്ക്കും. അപ്പോൾ അവർ പറയും ക്ലാസ് 1 മതി, അല്ലെങ്കിൽ ക്ലാസ് 2 മതി, അല്ലെങ്കിൽ ക്ലാസ് 3 മതി എന്ന് പറയും. അപ്പോൾ നമ്മൾ ക്ലാസ് എന്ന് പറയുമ്പോൾ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പോൾ ഇത് ക്ലാസ് 1 മുകളിലത്തെ ക്ലാസ് 2 കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ക്ലാസ് 3. ക്ലിയർ അല്ലേ? ഇനി അതിൻ്റെ സൈസുകളൊക്കെ പറയും. അപ്പോൾ ഇവിടെ ഇത് ഒറ്റ ലൈനിൽ വരുന്നതുകൊണ്ട് ഡബിൾ ലൈനിൽ വരുന്നുണ്ട്, അതവിടെ നോട്ടെ. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കുറേ കമ്പോണൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ കമ്പോണൻസ് പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിന് പകരം ഞാൻ ഈ സാധനം സൂം ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇപ്പോൾ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, കാര്യം ഓട്ടോകാഡ് കഴിഞ്ഞ് സെറ്റ് ചെയ്തതിന് ശേഷം ചെയ്താൽ മതി. ഈ പിക്ചർ നിങ്ങൾ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം നിങ്ങൾക്ക് ഡ്രോയിങ്സിൽ ഈ സെയിം സാധനം കോപ്പി പേസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? എന്തുകൊണ്ടാ വെച്ചാൽ എല്ലാ പ്രൊജക്റ്റിലും ഇത് വരും. ഇന്ത്യയിലായിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, ഏത് കൺട്രി ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങളിപ്പോൾ ആ ഡ്രോയിങ്സ് ഉണ്ട്, ഇമാറിൻ്റെ ഡ്രോയിങ്സ് കാണാം. ഇമാറിൻ്റെ ഡ്രോയിങ്സിൽ ഇപ്പോൾ ഈ 3D കാണിച്ച പോലെ തന്നെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ടെനൻസ് ഇല്ല, അതായത് വാടകക്കാരില്ല. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇന്റീരിയർ ചെയ്യും. അപ്പോൾ ഇത് 116ാമത്തെ ഫ്ലോറാണ് ബുർജ് ഖലീഫയിൽ. ഇതാണ് അവിടെയുള്ള പ്രൊസീജിയർ. അപ്പോൾ ഞാൻ ഇത് ഇവിടെ നോക്കിയാലും നാട്ടിലുള്ള ഒരു പ്രൊജക്റ്റ് നോക്കിയാലും എല്ലാം സെയിം ആയിരിക്കും. മനസ്സിലായോ? ആ സ്റ്റാൻഡേർഡിൽ യാതൊരു വേരിയേഷനും ഇല്ല. പ്രൊജക്റ്റിനനുസരിച്ചോ വോളിയത്തിനനുസരിച്ചോ അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ സൈസിനനുസരിച്ചോ ഒരു മാറ്റമില്ല. ക്ലിയർ ആണോ? അപ്പോൾ അത് ക്ലാസ് 3 ടൈപ്പാണ്, അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓരോ മെഷർമെൻറ്റും നിങ്ങളെ കൊണ്ട് ഇൻ്റർവ്യൂവിൽ സ്കെച്ച് ചെയ്യിപ്പിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒരു ഓർഡറിൽ ഇങ്ങനെ പഠിക്കാം. ആ ഓർഡർ അതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇത് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ 20 മിനിറ്റ് 25 മിനിറ്റ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ എൻഗേജ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇത് ഡ്രോയിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഡ്രോയിങ് ഇല്ലേ, ഇപ്പോൾ നമ്മളിവിടെ ആദിലും ശ്രീരാഗൊക്കെ ചെയ്തില്ലേ അമിച്ചതൊക്കെ, അവരിത് സെയിം സാധനം പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി നിങ്ങളുടെ കൈ കിട്ടിയാൽ ഏത് പ്രൊജക്റ്റ് വന്നാലും ഇതാണ് അതിലേറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം. ഇത് ജസ്റ്റ് സ്കെച്ച് ചെയ്ത് അങ്ങ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ ആ ഡ്രോയിങ് ഫിനിഷായി. ക്ലിയർ ആണോ? അപ്പോൾ അതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സാധനം പറഞ്ഞു, സ്കീമാറ്റിക് ഡ്രോയിങ്. സ്കീമാറ്റിക് ഡ്രോയിങ്ങിൽ ഡീറ്റെയിൽ ഉള്ള സാധനം ഇത് തന്നെ ഉള്ളൂ, ബാക്കിയൊക്കെ ജസ്റ്റ് ലൈൻസ് മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഓട്ടോകാഡ് കഴിഞ്ഞ ആൾക്കാർ ഇത് കൃത്യമായിട്ട് ചെയ്യുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ 1-2 ഡ്രോയിങ്സ് ഇവിടെ കാണിക്കും. ആ ഡ്രോയിങ്സ് ഖാത്തിബ് ആലമിയും ഇമാറൊക്കെ ചെയ്ത പ്രൊജക്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ അദ്നാൻ സഫാറിനെയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇത്ര മാത്രം ഡീറ്റെയിൽ അതിൽ കൊടുത്തിട്ടില്ല എപ്പോഴും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്കീമാറ്റിക് ഡ്രോയിങ് വേണമെന്ന് പറയാം, ചിലപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞ വൈകുന്നേരം വേണമെന്ന് പറയും. ആ സമയത്ത് നിങ്ങൾക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്കെച്ച് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. അപ്പോൾ കിട്ടിയതിട്ട് ഒറ്റ വരക്കല. എന്തുകൊണ്ടാണ്? ഇത് ടെൻഡർ ചെയ്തിട്ട് വേണം ക്ലയൻറ്റിന് അടുത്ത അപ്രൂവലും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. അപ്പോൾ ഇതിന് ഡ്രാഫ്റ്റ്മാനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ 1 ടൈം ഇത് സെറ്റ് ചെയ്യുക, നല്ല ഭംഗിയിൽ സമയം എടുത്തിട്ട് ചെയ്യുക. എന്നാൽ ഇത് നിങ്ങൾക്ക് നിങ്ങളെ ഡ്രോയിങ്സ് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും ഇത് നിങ്ങളെ ഡ്രാഫ്റ്റിംഗ് ആണെന്നുള്ളത്. മനസ്സിലായി? ഒരു ഐഡൻറ്റിറ്റിയാണ്. പിന്നെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇതേ സാധനം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആണോ? അല്ലാതെ നമ്മൾ ഇത് ഒരു കമ്പനീൻ്റെ ഒരു ഓൾറെഡി പഴയ ഡ്രോയിങ് ഉണ്ട്, അത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ മാസ്റ്റർ പീസ് ആവില്ല. മനസ്സിലായി? അപ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാധനമാണത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കാം. ഫസ്റ്റ് ഒക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഫയർ ഹോസ് റീൽ അല്ലെങ്കിൽ ഹോസ് റീൽ ക്യാബിനറ്റ് എന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഫയർ ഹോസ് റീൽ ക്യാബിനറ്റ് സെർച്ച് ചെയ്ത് നോക്കി. ഇമേജസ് ആണ്. ക്യാബിനറ്റിൽ സെർച്ച് ചെയ്ത് എന്തെല്ലാം കളറിൽ വരുന്നുണ്ട്? വെള്ള വരുന്നുണ്ട്, ചോപ്പ് വരുന്നുണ്ട്, പിന്നെ മിറർ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഗ്ലാസ് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ലേ? അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ലേ? തോന്നി പോലെ ചെയ്യാൻ പറ്റുമോ? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആ റെഡ് കളറിലുള്ള കാര്യം കണ്ടോ? അത് റെഡ് പൗഡർ കോട്ടഡ് എന്ന് പറഞ്ഞാൽ മിനിമം റിക്വയർമെൻ്റ് ഉള്ള സംഭവമാണ്. അത് മെറ്റൽ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയൊരു ബോക്സാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കിടെക്ചർ ഡിസൈൻ അനുസരിച്ച് ഏത് ഷേപ്പിലും മാറ്റാം, പക്ഷെ അത് ഫയർ ആവാൻ പാടില്ല. മനസ്സിലായോ? ഗ്ലാസ് ആവാം, വുഡ് ആവാം, പക്ഷെ വുഡ് ഫയർ റേറ്റഡ് ആയിരിക്കണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീൽ ഉപയോഗിക്കാം, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കാം, ഈ പറഞ്ഞ MS പ്ലേറ്റ് ഉപയോഗിക്കാം, MS സ്റ്റീൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ
കോമൺ ആയിട്ട് കാണുന്ന 3 സാധനങ്ങൾ പറയാം. റെഡ് പൗഡേർഡ് MS ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫയർ ബോക്സ്, റെഡ് പൗഡേർഡ് കോട്ടിങ്. നമ്മൾ ആ ഡിഫ്യൂസർ കണ്ടില്ലേ മുകളിലുള്ള സീലിങ്ങിൽ മേലെ AC ഗ്രില്ല്, ആ ഗ്രില്ല് പൗഡർ കോട്ടഡാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു ബ്ലേഡ് എടുത്ത് ചുരണ്ടിയാൽ മാത്രമേ പെയിൻറ്റിങ് പോരുള്ളൂ. അല്ലാതെ നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ബ്രഷ് പെയിൻറ്റ് ചെയ്യുന്ന പോലെ അത് പൊളിഞ്ഞു പോരില്ല. അപ്പോൾ അത്രയും സ്ട്രോങ് പെയിൻറ്റിംഗ് ആണ് പൗഡർ കോട്ടർ എന്ന് പറയുന്നത്. പൗഡർ കോട്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സാധനം ഇങ്ങനെ തൂക്കി വെക്കും, അതിന്മേൽ ഒരു ജെറ്റ് പോലെ ഒരു സാധനം അടിക്കും, അത് പെയിൻറ്റിൻ്റെ പൗഡർ വന്ന് അടിക്കണ മാതിരി ഫീൽ ചെയ്യും, അതതിന് പോവില്ല. മനസ്സിലായി? അത്രയും സ്ട്രോങ് കോട്ടിംഗ് ആണ് പൗഡർ കോട്ടർ. അപ്പോൾ ആ റെഡ് കളർ കാണുന്ന മുഴുവൻ എന്താണ്? പൗഡർ കോട്ടറാണ്. നാട്ടിലുള്ളത് അത് തന്നെ. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫിനിഷിംഗ് ആണ്. പക്ഷേ അതിൽ 2 ഫിനിഷിംഗ് ഉണ്ട്, ഒന്ന് ബ്രഷ് ഫിനിഷ്, ഒന്ന് ഗ്ലാസ് ഫിനിഷ്. എന്തായിരിക്കും വ്യത്യാസം? അപ്പം എന്നിട്ടത് ഇവിടെ ഇപ്പോൾ ഈ സാധനം കണ്ടില്ലേ, ഇതിൽ എനിക്ക് ഇവിടുത്തെ സൈഡിലെ മിറർ ഇങ്ങനെ നിങ്ങളെ ഇമേജ് ഇങ്ങനെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മിറർ ഫിനിഷാണ്. ഒരു റഫായിട്ടുള്ള ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ തീരെ ഗ്ലൈസിങ് ഇല്ല, ഫേസ് കാണാൻ പറ്റില്ല, അത് ബ്രഷ് ഫിനിഷാണ്. വ്യത്യാസം മനസ്സിലാവും? അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ 2 ടൈപ്പ് ഉണ്ടാവും. എന്തൊക്കെയാണ്? മിറർ ഫിനിഷും ബ്രഷ് ഫിനിഷും. അപ്പോൾ ഇമേജസുകൾ നോക്കുന്ന സമയത്ത് അതിൽ ചിലത് കണ്ടില്ലേ നല്ല ഗ്ലൈസിംഗ് ഉള്ള ടൈപ്പ് ഉണ്ടാവും, അത് മിറർ ഫിനിഷാണ്. അപ്പോൾ മിറർ ഫിനിഷിന് കോസ്റ്റ് കൂടുതലാണ്. ബ്രഷ് ഫിനിഷ് ആകുമ്പോൾ ജസ്റ്റ് ഒരു ലേബലിംഗ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഇത് മിറർ ഫിനിഷാണ്, ഇത് ഏകദേശം ബ്രഷ് ഫിനിഷാണ്. ഈ സാധനം അതിൻ്റെ ഫിനിഷിങ്ങാണ് പറയണേ, ഇത് സ്റ്റീലല്ല. ഇതിൻ്റെ ഉള്ളിൽ ഈ ചാവിൻ്റെ ഉള്ളിൽ ചില കോപ്പറിൻ്റെ കളർ വരുന്നുണ്ട്. നമ്മൾ എന്താ സാധനം? ഇതിൻ്റെ ഒറിജിനൽ കളർ എന്താ? ഈ കോപ്പറാണ്. മനസ്സിലായോ? ബ്രാസാണ്. നേരെ മറിച്ച് കോട്ടിങ്ങിന് വേണ്ടി എന്ത് ചെയ്യുന്നതാണ് ഈ കോട്ടിങ്, ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ചെയ്യുന്നത്? ഇത് ബ്രാസായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ വന്നിട്ട് ഇതിൻ്റെ ഫിനിഷിങ് പെട്ടെന്ന് പോകും, ഭംഗി പോയി പോകും. അപ്പോൾ അതിനൊന്നും കൂടി പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനാണ് ഇത് ചെയ്യുന്നത്. ആ പിന്നെ ഡോറിൻ്റെ ഹാൻഡിൽ ഉണ്ടല്ലേ, മുകളിലുള്ള അതിൻ്റെ ചാനൽസ് അതൊക്കെ കോട്ടഡ് സാധനങ്ങൾ. അപ്പോൾ 2-3 പേര് പറയുന്നത് CP കോട്ടഡ് എന്ന് പറയും. CP കോട്ടഡ് എന്ന് പറഞ്ഞാൽ ക്രോം പ്ലേറ്റഡ്. ക്രോം പ്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം തന്നെ എന്താക്കും? ക്രോം പ്ലേറ്റഡ് ആക്കും. അപ്പോൾ അതല്ലെങ്കിൽ സ്റ്റീൽ ആക്കി മാറ്റും. സ്റ്റീൽ ആക്കി മാറ്റിയേക്കുന്ന അതിൻ്റെ കോട്ടിങ് ആക്കണം. അപ്പോൾ ഇവിടെ ഈ ബോക്സിൻ്റെ ഫിനിഷിംഗ് ആണ് ഇപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? റെഡ് പൗഡർ കോട്ടിങ്, ബ്രഷ് ഫിനിഷ് കോട്ടിങ്, മിറർ ഫിനിഷ് കോട്ടിങ് അല്ലെങ്കിൽ മിറർ ഫിഷ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, പിന്നെ ആർക്കിടെക്ചർ ഡിസൈൻ അനുസരിച്ചുള്ള ഏതും സെലക്ട് ചെയ്യാം. ഗ്ലാസ് കൊണ്ട് ചെയ്യാം, പക്ഷെ ഫയർ ആവരുത്. ഓക്കെ, ഇതിനൊരു ഡയമെൻഷൻ ഉണ്ട് മൊത്തത്തിൽ. അതായത് ഈ ബോക്സിനൊരു സൈസ് ഉണ്ട്. മിക്കവാറും സൈറ്റ് തുടങ്ങുന്ന സമയത്ത് നമ്മളോട് വന്നിട്ട് ചോദിക്കും നിങ്ങളുടെ ഹോസ്റ്റലിൻ്റെ സൈസ് എത്ര വയ്ക്കും. അപ്പോൾ ഇവിടെ ഒരു സൈസ് കൊടുത്തിട്ടുണ്ട്. എത്ര? 1600. അതായത് 1 മീറ്ററും 60 സെൻറ്റിമീറ്റർ ഹൈറ്റും. അതിൻ്റെ വിടുത്ത് എത്ര? 800. അതിൻ്റെ തിക്നെസ് 300. അതായത് ചുമരിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ളത് 30 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 മീറ്ററും 60 സെൻറ്റിമീറ്ററും 80 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ 30 സെൻറ്റിമീറ്റർ. ഈ 30 സെൻറ്റിമീറ്റർ ചിലപ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ ഒന്ന് സ്വിങ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ അത് ചില പ്രൊജക്റ്റിൽ 400 ആക്കും. മനസ്സിലാവും? കാര്യം എന്താ? ഇതിങ്ങനെ വലിച്ചിട്ട് തിരിച്ചിട്ട് കപ്പിങ് എയറും കോരുന്ന പോലെ ആ പൈപ്പ് വലിച്ചെടുക്കണം. അപ്പോൾ വലിച്ചെടുക്കാൻ ചിലപ്പോൾ അത് സ്പേസ് കിട്ടില്ല എന്ന് വരും. അതുപോലെ അമർത്തുമ്പോൾ അത് വെക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് വെക്കാൻ പറ്റാത്തത്? ഇവിടെ ഒരു ഹിഞ്ചസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആ ഹിഞ്ചിൽ അങ്ങ് പ്രസ്സായി കിട്ടില്ല. പ്രസ്സാകുമ്പോഴത്തോണ്ട് കുറച്ചുകൊണ്ട് പ്രൊജക്റ്റ് വരും. അപ്പോൾ ചില കമ്പനിക്ക്, ഇപ്പോൾ നാഫ്കോക്ക് ആണെങ്കിൽ അവരോട് നമ്മൾ ചോദിക്കും നിങ്ങളുടെ ഹോസ്റ്റലിൽ 30 സെൻറ്റിമീറ്റർ ഡെപ്തിൽ കവർ ചെയ്ത് കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും സിങ് ചെയ്യണ ഹാൻഡിൽ ഓക്കെയാണ്, നല്ല ലൂസായിട്ട് ഉള്ളിലോട്ട് പോകും, അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ പറ്റും. അതിനെ കുറിച്ച് അവർ കുറച്ച് പറയും അതിൻ്റെ ഹാൻഡിൽ കുറച്ച് തള്ളിയിട്ടാണ്, അപ്പോൾ 400 വേണ്ട. മനസ്സിലായോ? അപ്പോൾ ഈ ഡെപ്തിന് മാത്രം ചെറിയ വേരിയേഷൻ ചിലയിടത്ത് വരാം. മനസ്സിലായോ? ഇനി ഈ ബാക്ക് ബോക്സ് വേണമെന്നില്ല. എനിക്കിപ്പോൾ ഈ ചുമര് നല്ല സ്ട്രോങ് ആണ് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ചുമരിൽ തന്നെ സിമെൻറ്റോട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബോക്സ് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അതിൻ്റെ ഫ്രെയിം മാത്രം എന്ത് ചെയ്യാൻ മതി? ഒരു ഡോർ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷനൊക്കെ കണ്ടില്ലേ? നമ്മുടെ വീട്ടിലൊക്കെ പഴയ വീടുകളിൽ സിമെൻറ്റ് അലമാറകൾ കണ്ടില്ലേ? ഫ്രണ്ടിൽ ഡോർ വേറെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും സൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഫിനിഷിങ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഫയർ ഹോസ്റ്റൽ ക്യാബിനറ്റിന് എഴുതുക. എഴുതിൻ്റെ ശേഷം ബോക്സ് സൈസ് എന്ന് എഴുതുക, ബോക്സ് മെറ്റീരിയൽ എന്ന് എഴുതുക. അത് ഈ 4 മെറ്റീരിയൽ ജസ്റ്റ് നോട്ട് ചെയ്ത്
ഫയർ ഹോസ്റ്റൽ ക്യാബിനറ്റ് ആണ്.